കട്ട തൂക്കിപ്പിടിക്കൽ വരെ നടത്തി, പല മത്സരങ്ങൾ നടത്തി, പലവിധ സമ്മാനങ്ങളും കൂടുന്നവരൊക്കെ വാങ്ങിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഓണാഘോഷം. അത് ഒരു കൂട്ടായ്മയുടെയും ഒത്തുചേരലിന്റെയും ഒരു അവസരം കൂടിയാണ്. മാവേലി അദൃശ്യനായി നമ്മളെ വന്ന് കാണുന്നു എന്നതാണ് ഐതിഹ്യം. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന പാട്ട് പോലെ മാവേലി മാറാനുള്ള കേരള മാറിക്കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മാവേലി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അതായത് അല്ലെങ്കിൽ ഒരാൾക്ക് ആ കാലത്ത് മനുഷ്യരെല്ലാവരും വളരെ സ്വസ്ഥതയോടും സമാധാനത്തോടും സൗഹൃദത്തോടും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ജീവിച്ചിരുന്ന ആ കാലം ദേവഗണങ്ങൾക്ക് അസൂയ പൂത്ത് തങ്ങളുടെ സ്വർഗരാജ്യം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന ദേവന്മാർ എല്ലാവരും ഒത്തുകൂടി മഹാവിഷ്ണുവിന്റെ അടുക്കൽ ചെല്ലുകയും മഹാവിഷ്ണു ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തില്, വാമനൻ എന്ന ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും ഒരു മുനികുമാരന്റെ വേഷത്തിൽ മഹാബലിയെ ചെന്ന് കാണുകയും തനിക്ക് തപസ് ചെയ്യുന്നതിന് 3 മണ്ണ് ആവശ്യപ്പെടുകയും അതനുസരിച്ച് മഹാബലി 3 മണ്ണ് അളന്നെടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്ത അതേ സമയം തന്നെ വാമനൻ വാനോളം വളർന്ന് തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും അടിക്ക് തന്നെ ഭൂമിയും സ്വർഗവും ആകാശം അളന്നെടുക്കുകയും 3ാമത്തെ അടി എവിടെ വെക്കും എന്ന ചോദ്യത്തിന് രാജാവ് തന്റെ സ്വന്തം തല താഴ്ത്തി കൊടുത്തുകൊണ്ട് എന്റെ ശിരസിൽ അളന്നോളൂ എന്ന് പറയുകയും ആ നിമിഷം തന്നെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ഉണ്ടായത്. തനിക്ക് കിട്ടിയ അനുവാദം അനുസരിച്ച് വർഷത്തിലൊരിക്കൽ തനിക്ക് ഭൂമിയിൽ വന്ന് സന്തോഷമായിരിക്കുന്ന തന്റെ പ്രജകളെ വന്ന് കാണുവാനും അതുപോലെ സന്തോഷത്തോടെ മടങ്ങി പോകാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. നമ്മള് എത്ര പേര് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം നമ്മൾ ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് സമയമാകുമ്പോഴത്തേക്കും നമ്മളത് പിന്മാറാൻ, തനിക്ക് എന്തെങ്കിലും ദോഷം വരുമോ, അല്ലെങ്കിൽ ഈ ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളത് എന്നെ കുറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മാനഹാനി സംഭവിക്കുമോ എന്ന് ഒരു തോന്നലുണ്ടായാൽ പോലും നമ്മൾ ആ വാക്കിൽ നിന്ന് മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കും. അതേസമയം മഹാബലി അങ്ങനെയല്ലല്ലോ ചെയ്തത്. അയാൾ കൊടുത്ത ആ വാക്കിനെ മാനിക്കുന്നതിന് വേണ്ടി തന്റെ രാജ്യം നഷ്ടപ്പെടുമെന്നും തന്റെ ആയുസ് നഷ്ടപ്പെടുമെന്നും ജീവൻ പോകുമെന്നും ഒക്കെ അറിഞ്ഞിട്ടും ആ പുള്ളി ആ വാക്ക് പാലിക്കുവാനാണ് തീരുമാനിച്ചത്. നമ്മൾ കേരളീയര് അടിസ്ഥാനപരമായിട്ട് എല്ലാവരും കർഷകർ തന്നെയാണ്. ഈ കർഷകരുടെ വിളവെടുപ്പിന്റെ ഒരു കാലമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. ഈ സമയം ഓണക്കാലം എന്ന് പറയുന്നത് നമ്മൾ അതാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് കർഷകരായ നമ്മള് എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുകയും സാഹോദര്യത്തിന്റെ മൂല്യം നമ്മുടെ അയൽവക്കക്കാർ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലൊരു പെട്ടെന്നൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള അയൽവക്കക്കാരെല്ലാവരും ഒത്തുചേർന്ന് അവന്റെ ആ വിഷമം ഏറ്റെടുക്കുകയും അവരെ അതിൽ ഇവിടെ തന്നെ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കണമെന്ന് നാം നമ്മുടെ മക്കളെ പറഞ്ഞ് ബോധിപ്പിച്ച് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയും വരും തലമുറയെ അതുപോലെ തന്നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത് നമ്മുടെ കടമയാണെന്നും ഞാൻ ബോധിപ്പിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഊഷ്മളമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റിനെ തന്നെ ഡൊമിനിക് മാത്യു ക്ഷണിക്കുന്നു. ഇൻസ്റ്റാഗ്രാം തന്നെ അപ്പൊ അതിനകത്തേക്ക് എങ്ങനെ പോകും അത് നോക്കി ഇൻസ്റ്റാഗ്രാം മഞ്ജുവിന്റെ അടുത്ത് നോക്കി ശരിയാണ്. വെരി ഗുഡ്.
ഇവിടെ നമ്മുടെ മോഹൻലാൽ അസോസിയേഷൻ്റെ രണ്ടാമത് ഓണാഘോഷം അതിഗംഭീരമായി ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഭയങ്കരമായി ചാരിതാർത്ഥ്യമുണ്ട്. പുതിയതായി കുറേ അംഗങ്ങൾ വന്നു ചേർന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്താണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയെ പറ്റി ആലോചിച്ചത്. കാരണം അന്ന് വലിയൊരു ഒറ്റപ്പെടലിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാമൂട്ടി സണ്ണിച്ചേട്ടന് ഞങ്ങളെല്ലാം വിളിച്ചു കൂട്ടുകയും നമുക്ക് ഒന്നിച്ച് കുറച്ച് ഇരിക്കാന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ്